നമ്മുടെ ലുലു മുതലാളി യൂസഫ് അലിയുടെ ഒരു പരിഭവം, വേണമെങ്കിൽ ഒരു പരിദേവനം എന്ന് പറയാം, ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ വന്നു. അദ്ദേഹം തൃശ്ശൂരിലെ പുഴയ്ക്കൽ ഏതാണ്ട് 3000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ലുലു മാൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഒരു രാഷ്ട്രീയ നേതാവ് അതിന് പാര വയ്ക്കുന്നു, അതുകൊണ്ട് തുടങ്ങാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അന്വേഷിച്ചു ആരാണ് ഈ രാഷ്ട്രീയ നേതാവ്. CPIയുടെ നേതാവായ TN മുകുന്ദനാണ്. മുകുന്ദൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. മുകുന്ദൻ നമുക്ക് സ്വന്തമായി ഡ്രൈ ലാൻഡ് ഇല്ലാതെ വീട് വെക്കാൻ ഭൂമിയില്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ വെറ്റ്ലാൻഡ്, പാടം, വെറ്റ്ലാൻഡ് എന്ന് പാടം എന്ന് പറയാം അല്ലേ, അത്തരം സ്ഥലം 5 സെൻറ്റ് നികത്തി വീട് വെക്കാൻ അനുമതി കൊടുക്കുന്ന ഒരു ജില്ലാതല റവന്യൂ വകുപ്പിൻ്റെ ഒരു സമിതിയുണ്ട്, അതിലെ അംഗമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഈ പുഴയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ തോതിൽ വെറ്റ്ലാൻഡാണ്, പാടങ്ങളാണ്, പാടം നികത്താൻ പാടില്ല എന്ന് നിയമമുണ്ട്. എന്നിട്ടും അവിടുന്ന് വലിയ തോതിൽ ചെളി കുത്തിയെടുക്കുന്ന ഒരു ക്ലേ മൈനിങ് നടന്നപ്പോൾ ഞാൻ അതിനെതിരെ കൊടുത്തൊരു കേസ് കോടതിയിലുണ്ട്. അതാണ് പരാതി. ലുലുവിനെതിരെ കൊടുത്ത പരാതിയല്ല, അത് പുഴയ്ക്കൽ പ്രദേശം പാടമാണ്, പാടം മറ്റാവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് യൂസഫ് അലി ഈ ഭൂമി വാങ്ങുന്നതിന് മുമ്പേ ഞാൻ കൊടുത്ത കേസാണ്. അപ്പോൾ പിന്നെ നിയമം മാറണോ, ലുലു മാൾ മാറണോ, TN മുകുന്ദൻ മാറണോ? അല്ല, ഇത് വാസ്തവത്തിലുണ്ടല്ലോ, ലുലു ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത്. കേരളത്തിൽ ഈ വക കാര്യങ്ങളൊന്നും നടക്കില്ല. യൂസഫ് അലിയുടെ ഏറ്റവും വലിയ മാൾ ഉത്തർപ്രദേശിലാണെന്നാണ് ലക്നൗവിലാണ്. അദ്ദേഹത്തിന് കേരളത്തിന് പുറത്ത് ഇതൊക്കെ ചെയ്യാം. ഈ കേരളത്തെ നന്നാക്കാനോ കേരളത്തിൽ 4 പേർക്ക് ജോലി കൊടുക്കാനോ ശ്രമിക്കരുത്. അത് നടക്കില്ല, നിങ്ങൾ വിഷമിക്കും. ഇത് ഇത്രയും കാലമായിട്ട് യൂസഫ് അലിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അത്ഭുതം. ഇത്രയധികം അനുഭവ സമ്പത്തുള്ള മനുഷ്യൻ, കേരളത്തിലെ രാഷ്ട്രീയക്കാർ, കേരളത്തിലെ സാധാരണ മലയാളിയുടെ പെരുമാറ്റം, ഇതൊക്കെ യൂസഫ് അലി മുതലാളിക്ക് നന്നായിട്ടറിയാം. എന്നിട്ട് എന്തിനാണ് പുള്ളി ഇതിന് യൂസഫ് വേണ്ടെന്ന് വയ്ക്കുക? കാരണം ഇത് നടക്കില്ല. ഇപ്പം പുഴയ്ക്കൽ അത് കൃഷിഭൂമിയാണ്, അത് കൃഷി ചെയ്യുന്നു. മുകുന്ദൻ തന്നെ പറയുന്നത് 2000 വരെ ഇരിപ്പു കൃഷി ഉണ്ടായിരുന്നു, ഇപ്പം കൃഷിയില്ല. അല്ല, കൃഷി കേരളത്തിൽ നിന്നിട്ട് കാലം എത്രയായിരുന്നു? മുകുന്ദൻ തന്നെ നോക്ക്, കൃഷി ആരും ചെയ്യുന്നില്ല. ക്ലേ മൈനിങ് മുകുന്ദൻ സമ്മതിക്കില്ല. എന്നാൽ ഇത് നികത്തിയിട്ട് ലുലു മാൾ വയ്ക്കാന്ന് പറഞ്ഞാൽ അതിന് മുകുന്ദൻ സമ്മതിക്കില്ല. പിന്നെ ഈ ക്യൂബ മുകുന്ദൻ്റെ ആവശ്യം എന്താ? അതവിടെ തരിശായിട്ട് കിടക്കണം. ഇങ്ങനെ കവലയിൽ പ്രസംഗിക്കണം, മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് യൂസഫ് അലിയെ ഞാൻ ഓടിച്ചു, യൂസഫ് അലിയെ മുട്ടുകുത്തിച്ചു. ഞാൻ പറയുന്നത് ഇറ്റ്സ് നോട്ട് വർത്ത് യുവർ ടൈം. യൂസഫ് അലിയുടെ അടുത്ത് എൻ്റെ റിക്വസ്റ്റ് ഇതാണ്, ഇതുപോലത്തെ കേസുമായിട്ട് യുദ്ധം ചെയ്യാൻ നിൽക്കരുത്. വിട്ടേക്ക്, ഇവിടെ നടക്കില്ല. എത്രയോ പേരെന്തെല്ലാം ചെയ്ത് നോക്കി. അദ്ദേഹത്തിന് പറ്റാവുന്നിടത്ത് അദ്ദേഹം വെച്ചു. എടപ്പള്ളി ലുലു മാളുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കോഴിക്കോടുണ്ട്, അല്ലേ? ഇപ്പോൾ സാധിച്ചെടുത്ത് വെച്ചു. സാധിക്കാത്തടത്ത് പോട്ടെ എന്ന് വയ്ക്കുക. എന്തിനാണ് ഈ മുകുന്ദന്മാരുമൊക്കെ ആയിട്ട് ഈ ശരിക്കും ഒരു ക്യൂബ മുകുന്ദൻ ഇവരുമായിട്ട് ഗുസ്തിക്ക് പോകുന്നത് എന്തിനാണ്? ആ നേരത്ത് വേറെ വല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. ഈ എറണാകുളത്താണത് 4 വശവും നികത്തിയിട്ട് ഹൈറൈസ് ബിൽഡിങ് വന്നത്. നടുക്കൊരാളിൻ്റെ 12 സെൻറ്റ് സ്ഥലമുണ്ട്. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം വെച്ചിട്ട് അയാൾക്ക് ഇത് നികത്താൻ പാടില്ല. ജില്ലാ കളക്ടർ അനുമതി കൊടുക്കുന്നില്ല. മന്ത്രിസഭയുടെ അനുവാദമൊക്കെ വേണം പാടം നികത്തണമെങ്കിൽ. അജണ്ടയിൽ വെച്ച് തീരുമാനിക്കണം. ഈ പാവത്തിന് ഇതൊന്നുമില്ല. വർഷം കുറയായി ഇതിൻ്റെ പിന്നാലെ നടക്കും. ഒടുവിൽ കേരള ഹൈക്കോടതിയിൽ റിട്ടുമായിട്ട് പോയി. ഹൈക്കോടതി നോക്കി കഴിയുമ്പോൾ എന്തൊരു അന്യായം. ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് ഇതെന്താണ്, ചുറ്റുമൊക്കെ നികത്തി വലിയ ഫ്ലാറ്റ് വന്നു കഴിഞ്ഞു. ഈ 12 സെൻറ്റ് നികത്തി ഭൂമിയാക്കി കഴിഞ്ഞാൽ അയാൾക്ക് 10 പൈസ കിട്ടും അത് വിൽക്കാൻ നേരത്ത്. മറ്റ് കഴുകന്മാർ നോക്കിയിരിക്കുന്നത് നിങ്ങൾ ഇതുപോലെ ഇങ്ങോട്ട് തന്നോ, ബാക്കി ഞങ്ങൾ നെൽവയൽ നീർത്തടമൊക്കെ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ്. ഇയാൾ അതിന് പോയില്ല. കാരണം ഈ വിൽ ഗെറ്റ് പിറ്റൻസ്, ഈ പ്രശ്നം നിൽക്കുന്നതുകൊണ്ട്. അയാൾ ഹൈക്കോടതി പോയി കഴിഞ്ഞപ്പോൾ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ എഴുതി കൊടുത്തു, ഈ 12 സെൻറ്റ് കൊണ്ട് കേരളത്തിലെ നെൽവയൽ നീർത്തട സംരക്ഷണം മുടിഞ്ഞു പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ, അയാൾ നികത്തട്ടെ എന്ന് പറഞ്ഞിട്ട് ജഡ്ജ്മെൻറ്റ് കൊടുത്തു. അയാൾ നികത്തി. ഇതാണ് കേരളത്തിലെ സൂക്കേട്. ഈ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമവും സമിതിയും എല്ലാം
മനുഷ്യരെ ഹരാസ് ചെയ്യാനുള്ളതാണ്. അല്ല, മൂന്നും പറയുന്നത് തന്നെ വൈരുദ്ധ്യം ഉണ്ടല്ലോ. കൃഷിയായിരുന്നു എന്ന് പറയുന്നു, അവിടുന്ന് ക്ലേ എടുക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ കൃഷി വേണ്ടാന്ന് വെച്ചു അവർ, അതുകൊണ്ടാണ് ക്ലേ എടുക്കുന്നത്. കൃഷി കേരളത്തിൽ വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് നിർബന്ധിച്ച് ആരെക്കൊണ്ടെങ്കിലും കൃഷി ചെയ്യിക്കാൻ പറ്റുമോ? കൃഷി ഫൈനാൻഷ്യലി മുതലാവുന്നില്ല സുനിലെ, അതുകൊണ്ടാണ് ആൾക്കാരത് ചെയ്യാത്തത്. കാശ് കിട്ടും എന്ന് വന്നു കഴിഞ്ഞാൽ ആ ജോലി ആരെങ്കിലും ചെയ്യാതിരിക്കുമോ? ലാഭമുണ്ടാക്കുന്നൊരു ബിസിനസ് ആരെങ്കിലും ചെയ്യാതിരിക്കുമോ? എനിക്ക് ലാഭം വേണ്ട, ബിസിനസ് വേണ്ട എന്നാരെങ്കിലും പറയും? ഇല്ല. രാവും പകലും അതിനകത്ത് തലകുത്തി മറിഞ്ഞിട്ട് കാശുണ്ടാക്കും. ഈ നെൽകൃഷിയിൽ നിന്ന് കാശുണ്ടാകുന്നില്ല, അതുകൊണ്ടാണ് ആൾക്കാർ ഉപേക്ഷിക്കുന്നത്. നിങ്ങൾ എന്ത് ഇൻസെൻറ്റീവ് കൊടുത്താലും എന്ത് ചെയ്താലും ആൾക്കാർ ചെയ്യില്ല. പിന്നെ പഴയ തലമുറയിലെ കുറച്ച് പേരുണ്ട്, അവർ സ്വഭാവന അവർക്ക് വേറെ ഇതൊന്നും പണിയൊന്നും അറിഞ്ഞും കൂടാ, നെൽകൃഷി ചെയ്തില്ലെങ്കിൽ എന്ത് എന്നുള്ളത് അവർക്കൊരു സാംസ്കാരിക പ്രശ്നമാണ്. അഗ്രികൾച്ചർ എന്ന് പറയുമല്ല, ആ ഒരു സംസ്കാരം അവരുടെ ഉള്ളിലുള്ളതുകൊണ്ട് അവർ ചെയ്യുന്നു. പിന്നെ ഇപ്പം പുതുതായിട്ട് എൻജിനീയറിംഗ് പാസ്സായി ജർമ്മനിയിലും ജപ്പാനിലും ഒക്കെ പോയിട്ട് എന്ത് കാര്യം, ഞാൻ ഇവിടെ പാലക്കാട് കൃഷി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയർമാർ ഇവരൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പാട്ടത്തിനെടുത്തിട്ട്. പണ്ട് പാട്ടന്മാരും എല്ലാം ഭൂവുടമയാണെന്നൊക്കെ പറഞ്ഞ് തല്ലി ഓടിച്ച ആൾക്കാരാണ്. ഇപ്പോൾ പുറകെ കൂടെ ലീസ് എന്നുള്ള ഓമന പേരിൽ, പാട്ടം തന്നെയാണല്ലോ ലീസ്, ഇംഗ്ലീഷിലാണെന്നേ ഉള്ളൂ. ഇംഗ്ലീഷിൽ പാട്ടത്തിനെടുത്ത് ഇവർ കൃഷി ചെയ്യുന്നു. ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്ന തട്ടിപ്പും തരികിടയും. ഇതിൽ പെട്ട് ഈ യൂസഫ് അലി മുതലാളി ശ്വാസം മുട്ടേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തിന് പണമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൽ അങ്ങനെയല്ലല്ലോ. കേരളത്തിൽ ഇപ്പോൾ ലുലു മാൾ എന്ന് പറഞ്ഞാൽ ഒരു വന്നു കഴിഞ്ഞാൽ ഒരു കച്ചവട സ്ഥാപനമാണ്. പക്ഷേ അതോടെ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ ആ പ്രദേശത്തിൻ്റെ വികസനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ അട്ടിമറിക്കാനായിട്ട് ഒരു CPIയുടെ നേതാവ് ചെയ്യുന്നത് ആ മനഃപൂർവ്വം തന്നെ ആയിരിക്കണ്ടേ? ഇല്ല, ഇത് മനഃപൂർവ്വം എന്ന് വെച്ചാൽ ഈ സ്വഭാവമുള്ള കുറച്ച് പേരുണ്ട്. ചിലരൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നവരുണ്ട്. ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഈ കോർപ്പറേഷൻ പഞ്ചായത്ത് പരിധിയിലൊക്കെ ഒരു ബിൽഡിംഗ് ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ അതിന് പാരവയ്ക്കുക, അതിന് ഇവിടെ നിന്ന് ക്ലിയറൻസ് ഇല്ല, അവിടെ നിന്ന് ക്ലിയറൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് പരാതിയൊക്കെ കൊടുത്ത് അയാളെ വിളിച്ചിട്ട് 25,000 രൂപ കൈമടക്ക് കൊടുത്ത് അയാൾ പരാതിയൊക്കെ അന്വേഷിച്ച് വീട്ടിൽ പോകും. ബാക്കിയുള്ളത് ഈ ഐഡിയോളജിക്കൽ ദുശാഠ്യങ്ങളുള്ളവർ. ഇത് യൂസഫ് അലി ഒരു മുതലാളിയാണെന്നും അതുകൊണ്ട് ബൂർഷയാണ്, അതുകൊണ്ട് അയാൾ മുടിഞ്ഞു പോകണം. അയാൾ മുടിയുക, നമ്മൾ നന്നാകുക എന്നുള്ള ഉദ്ദേശമില്ല, അയാൾ എങ്ങനെയെങ്കിലും മുടിയുക എന്നുള്ളത്. രാവിലെ എണീറ്റ് വരുമ്പോൾ ലുലു മാൾ കാണുമ്പോൾ എനിക്കൊരു അസഹ്യത എങ്ങനെയുള്ള. പക്ഷെ ഇതിനകത്ത് ഇയാൾ ഈ ജില്ലാ തലത്തിലുള്ള ഈ ഭൂമി വേണമെങ്കിൽ നികത്താൻ അനുവാദം കൊടുക്കുന്ന കമ്മിറ്റിയുടെ ആളാണ്. അവിടെ കമ്മിറ്റി വരണമെങ്കിൽ ഇയാൾ CPIയിലെ ഒരു പ്രമാണിയാണ്. ഇപ്പോൾ CPI എന്നുള്ള പാർട്ടി റവന്യൂ വകുപ്പ് ഭരിക്കുന്ന പാർട്ടിയാണ്. ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും യൂസഫ് അലിക്ക് നല്ല ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ CPI എന്തുകൊണ്ടായിരിക്കും ഇയാളെ ഇത്തരം ഒരു പരാതി കൊടുത്ത് നിലനിർത്താൻ സമ്മതിച്ചിരിക്കുന്നത്? അല്ല, അവർ നിലനിർത്തുന്നൊന്നുമില്ല. ഈ ഒരിക്കലൊരു ഉടക്കെടുത്തിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, അത് ഈ നെൽവയൽ നിർത്തട സംരക്ഷണ നിയമത്തിലെ ഒരു കീറാമുട്ടിയാണത്. അത് ആർക്കും അങ്ങനെ ഓവർടേക്ക് ചെയ്തിട്ട് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കൽ ഈ മുകുന്ദനോ ആരെങ്കിലും എന്തെങ്കിലും ഒരു ലീഗൽ ഉടക്കെടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഫയൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ജില്ലാ കളക്ടർ അവിടെ വരെ പോകും, തിരിച്ച് തഹസിൽദാരുടെ അടുത്ത് വരും, തിരിച്ച് ജില്ലാ കളക്ടർ, പിന്നെ തിരിച്ച് കൃഷി വകുപ്പ്, ആ വകുപ്പ് ഈ വകുപ്പ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും. അതല്ലെങ്കിൽ പിണറായി വിജയന് പേഴ്സണലി താല്പര്യമുള്ളതോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് സാധിച്ചു. അല്ല, തൃശ്ശൂരെ CPIക്കാർക്ക് എന്തെങ്കിലും ദ്രവ്യത്തിൽ താല്പര്യമുള്ളതുകൊണ്ടായിരിക്കുമോ ഈ പരാതി കൊടുത്തത്? അല്ല, ദ്രവ്യത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അവരത് മേടിക്കും. ഇതൊക്കെ യൂസഫ് അലിക്ക് അറിയാതിരിക്കും. കേരളത്തിൽ ആർക്കൊക്കെയാണ് പൈസ കൊടുക്കേണ്ടത്, എത്ര പൈസയാവും, ഇതൊക്കെ അദ്ദേഹം ഈ പ്രോജക്റ്റ് എസ്റ്റിമേറ്റ് നടത്തുമ്പോൾ അതിനകത്ത് കണ്ടിട്ടുണ്ടാവും. അതിന് കൈക്കൂലിക്കുള്ള കാശ് പ്രത്യേകം വകയിരുത്തും. കാരണം അത് കൊടുക്കാതെ നടക്കില്ലല്ലോ. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാർക്ക് കപ്പം കൊടുക്കാതെ, അതായത് ഈ LDFിലെ 13 കക്ഷികൾ, മറ്റേ UDFിലെ 10-13 കക്ഷികൾ, പിന്നെ BJP NDA അതിനകത്ത് ഘടക കക്ഷികൾ, ഇതുകൂടാതെ വെറുതെയുള്ള പ്രാദേശിക കക്ഷി, പരിസ്ഥിതിക്കാർ സഞ്ചി പരിപാടി, ഇവന്മാർക്കെല്ലാം കൊടുക്കാനുള്ള കാശ് ഈ പ്രോജക്റ്റിൽ വകയിരുത്തും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ലാതെ ശ്വാസം മുട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടാണ് വാസ്തവത്തിൽ യൂസഫ് അലി ഒരു പ്രോജക്റ്റിനെ പറ്റി അതിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി പരസ്യമായിട്ട് പറയുന്നത് ആദ്യമായിട്ടാണ്. ഇത് മുമ്പ് നമ്മൾ കേട്ടിട്ടില്ല. ശരിയാണ്, അദ്ദേഹം പറയാറില്ല, ആരെപ്പറ്റിയും ഒരു ദൂഷ്യം പറയുന്ന മനുഷ്യനല്ല.
ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമുക്കുമൊക്കെ അറിയാവുന്നതാണ്. ബട്ട് സ്റ്റിൽ ഹി വിൽ നോട്ട് അട്ടർ എ വേർഡ്. അപ്പോൾ എത്രമാത്രം ഉള്ളിൽ തട്ടിയിട്ടായിരിക്കണം, അതെ, എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടാവും, അത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടാവും. അമ്പിനും വില്ലിനും അടുക്കാതെ ഈ തന്നെ കൊണ്ട് ഈ പണി നടത്തി. തൃശ്ശൂർ ഞാൻ ഈ മുകുന്ദൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഒരു കലാപരിപാടിയും ഞാൻ സമ്മതിക്കില്ല. ഇവിടെ ഞങ്ങൾക്ക് സിന്ദാബാദ് വിളിക്കാനുള്ള സ്ഥലമാണ്. ഇല്ല, കാലം ഒരുപാട് കഴിഞ്ഞു. ഈ ക്യൂബ മുകുന്ദന്മാരുടെ ലോകമൊന്നും അല്ല ഇത്. ഇത്തരം ആളുകളെ ജനം കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്നത് വലിയ താമസമൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു ടൈല് കൊണ്ടുവന്നു, വീട്ടമ്മ ടൈലിൻ്റെ ഇരട്ടി കാശ് വന്നു, വീട്ടമ്മ തന്നെ ഇറക്കി. ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്നില്ലെങ്കിൽ ആളുകൾ ചൂലെടുക്കേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ ആളുകൾ ചൂലൊന്നും എടുക്കില്ല. ഇല്ലേ? ചൂലെടുക്കാനാണെങ്കിൽ ഇതിന് പണ്ടേ ചൂലെടുക്കേണ്ടതാണ്. ഒരു കാറിറക്കി ഒരുത്തനെ കൊന്നുകളഞ്ഞില്ലേ, എന്നിട്ട് എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. ഗ്ലാസ് ഇറക്കാൻ വന്നപ്പോൾ ജനമനസ്സാക്ഷി ഞെട്ടിയോ? ഒന്നുമില്ല. അതൊരു വാർത്തയായിട്ട് അങ്ങനെ പോകും. അപ്പോൾ അവസാനം ഈ കിറ്റക്സ് സാബുവിനെ ഓടിച്ചു, ഇനി യൂസഫ് അലിയെ കൂടെ ഓടിക്കണം. എങ്ങനെയും പുള്ളിയെ നാട് കടത്തണം. കുറച്ച് പേർക്ക് പണി കൊടുക്കുന്നു, നാട്ടിൽ കുറച്ച് വികസനമൊക്കെ വരുന്നു, അത് ശരിയാവത്തില്ല. അല്ല, ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഈ ഇതുപോലെ ഒരു അത്ഭുത പ്രതിഭാസമാണ് കല്യാൺ സിൽക്സും കല്യാൺ ജ്വല്ലേഴ്സും. അവർ ഓരോ ടൗണിൻ്റെയൊക്കെ നടുക്ക് വലിയ ഷോറൂം. ഇതെങ്ങനെ സാധിക്കുന്നത്? എനിക്ക് എത്ര പേർക്ക് എന്തെല്ലാം കൈക്കൂലി കൊടുക്കുന്നുണ്ടാകും. അതെ അതെ, വലിയ അത്ഭുത പ്രവൃത്തികളാണ് അതൊക്കെ. നമ്മളൊരു ഒരു വീട് വയ്ക്കാൻ നോക്കി അപ്രൂവൽ നമ്മൾ വിഷമിക്കും, വല്ലാത്ത പ്രയാസമാണ്. എന്തായാലും ഈ ക്യൂബ മുകുന്ദനെ സമ്മതിക്കണം. സാക്ഷാൽ യൂസഫ് അലിക്ക് പോലും ശ്വാസം മുട്ടലുണ്ടാക്കിയ ഇപ്പോഴും ഈ കാലത്ത് അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.